ഇന്നത്തെ സ്പെഷ്യൽ ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിലൊരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. റൈസിൻസ് ഒക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് നന്നായിട്ടൊന്ന് ബൾജായി വരുന്നത് വരെ ഇതൊന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഓരോന്നായി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ എടുക്കാം. ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ റൈസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് സീഡ്ലെസ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കേക്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്ന പോലെ തോന്നും. ഈ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കുതിർത്തെടുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാൻ. കാരണം ഇതൊരു 1 അവറോളം ഇരുന്നെങ്കിൽ മാത്രമേ ഒന്ന് കുതിർന്ന് ബൾജായി വരികയുള്ളൂ. അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതൊന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. കാരമൽ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി ഒന്ന് കാരമലൈസ് ചെയ്ത് ഒരു തേയിലവെള്ളത്തിൻ്റെ പോലെ ഒരു കളറിലേക്ക് വരുമ്പോൾ നമുക്കിത് അതിലേക്ക് വെള്ളം ചേർത്ത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൽ കൂടുതൽ ഇത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ് ചുവ പോലെ തോന്നും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് വെള്ളം ചേർത്ത് തയ്യാറാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കളറിലെത്തിയ ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും ഒന്ന് ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറും. കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോഴേക്ക് ഇത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടും. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. വെള്ളം ചേർത്ത ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച ശേഷം മാത്രം ഇത് തണുക്കാനായി മാറ്റി വയ്ക്കുക. ഇതൊന്ന് തണുക്കാനായി മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ 1.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദമാവിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജാതിക്കയും 2-3 ഏലക്കയും 1 കഷ്ണം ചുക്ക്, ഗ്രാമ്പു, പട്ട, ഇത്രയും കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും ചേർക്കാൻ മറക്കരുത്. ഈ പ്ലം കേക്കിൻ്റെ ശരിക്കുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി തീർച്ചയായും ഇത് ചേർത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്രയും കൂടെ ഞാൻ ഈ പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിനായി കുറച്ച് പഞ്ചസാര കൂടെ അതിലേക്ക് ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. ഈ പൊടികളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതേ ബൗളിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതിയാകും. ഞാനിത് രണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. കേക്ക് തയ്യാറായി കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പാലാണ്. പാല് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേക്കിന്. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇതുകൂടെ ചേർക്കാൻ മറക്കണ്ട. അടുത്തതായി ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഇതിൽ കൂടുതൽ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മാവിനോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് മുഴുവനായും ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിലാണ് പ്ലം കേക്കിന് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ വേണമെങ്കിലും ഈ സമയത്ത് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഓറഞ്ച് ജ്യൂസ് പിന്നീട് ഇതിലേക്ക് ബാലൻസ് ഉള്ളത് ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് കൂടെ ഇതിലേക്ക് ചേർത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പാച്ചിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വിസ്ക് ഉപയോഗിക്കുമ്പോൾ ഈ വിസ്കിൽ ഫുള്ളത്
ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. സ്പാച്ചില ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ തയ്യാറാക്കിയ മിക്സിനെ കേക്ക് മോൾഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഈ റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ്സിലും അതേപോലെ തന്നെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ തയ്യാറാക്കിയ ബാറ്ററിനെ ഈ മോൾഡിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ ഒന്ന് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഷേപ്പിൽ കിട്ടും. എല്ലാം ഈക്വലായിട്ടൊന്ന് സ്പ്രെഡായി കിട്ടും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നട്ട്സാണ് ഉപയോഗിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്ന ഒരു പാനിലാണ്. ഈ പാനിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ കേക്കിൻ്റെ മോൾഡ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1 അവർ കൂടുതലായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊന്ന് കറക്റ്റായി ബേക്കായി കിട്ടിയപ്പോൾ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് പരുവമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായ ഇതുപോലുള്ള ഞാനിത് ഇറുക്കിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നില്ല. കറക്റ്റായിട്ടൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ പ്ലം കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ച് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം. മാവ് കൊണ്ട് കോട്ടിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിലെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ അങ്ങനെ പറ്റി പിടിച്ചിട്ടോ ഒന്നുമില്ല. നല്ലൊരു ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്സിലുള്ള ബട്ടർ പേപ്പർ കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ച് വയ്ക്കാം. ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഓയിലും ബട്ടറും ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് രണ്ടും ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഗ്ലോ ഈ കേക്കിന് കിട്ടിയത്. കറക്റ്റ് ഒരു പ്ലം കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പ്ലം കേക്ക് വളരെ സ്പോഞ്ചി ആയിട്ടല്ല കിട്ടാറുള്ളത്, നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാലൊന്ന് പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഫോമിലായിരിക്കും സാധാരണ നമുക്ക് പ്ലം കേക്ക് വാങ്ങാനൊക്കെ കിട്ടാറുള്ളത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ കട്ട് ചെയ്ത പീസ് കാണുമ്പോൾ മനസ്സിലാകും ഇത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. നമുക്കിതൊന്ന് നന്നായി തണുത്ത് ഒരു ദിവസം കഴിഞ്ഞ ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു പ്ലം കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്